അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരല്പസമയം എൻ്റെ ചാനൽ കാണാൻ വേണ്ടി കടന്നു വന്ന എല്ലാ സഹോദര സഹോദരിമാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് പാസാക്കുക വഴി ഇന്ത്യ രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തി രണ്ടായി തരംതിരിക്കുന്ന വിധത്തിൽ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കുക എന്ന കപട തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. എന്നാൽ ഇത് കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതിനും പങ്കെടുത്തതിനുമായി 7913 പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും അതേസമയം പ്രതിഷേധിച്ചാൽ കേസെടുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകം തന്നെ 831 കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതിൽ 114 കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്. 2019 ഡിസംബർ 10 പൗരത്വ ഭേദഗതി ബില്ല് ലോകസഭയിൽ പാസാക്കിയത്. മാർച്ച് 11 വിജ്ഞാപനവും ഇറക്കി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവർക്കും പൗരത്വം നൽകും. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് മാത്രം നൽകില്ല. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ പ്രധാനമന്ത്രി അതേപ്രകാരം ആൻഡ് മുഖ്യമന്ത്രി ഇപ്പോഴിതാ കോഴിക്കോടും കേസെടുത്തിരിക്കുന്നു. മിനിഞ്ഞാന്ന് യൂത്ത് കോൺഗ്രസ് ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. കോഴിക്കോട് ആകാശവാണിയിലേക്കായിരുന്നു ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രകടനം നടത്തിയിരുന്നത്. ഏതൊക്കെ വകുപ്പുകളാ കേസ് അറിയും? 143, 145, 147, 149, 332, 353 തുടങ്ങിയ വകുപ്പുകളിലാണ് കേസ് ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ 124 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതിന് വെൽഫെയർ പാർട്ടി, ഫ്രറ്റേണിറ്റി, MSF പ്രവർത്തകർ തുടങ്ങിയവർക്കെതിരൊക്കെ കേസെടുത്തിരിക്കുകയാണ്. CAA വിരുദ്ധ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ കേസുകളുണ്ട്. ഇതൊക്കെ പിൻവലിക്കുമെന്ന് സർക്കാരും മുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയെങ്കിലും ഒന്നുപോലും പാലിച്ചിട്ടില്ല. അപ്പോഴാണ് വീണ്ടും പുതിയ കേസ് കൂടി ഈ പേരിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇങ്ങനെ പറയുകയും പക്ഷെ ആഭ്യന്തരം അതിന് എതിരും ചെയ്യുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ഗൗരവകരമായതല്ലാത്ത കേസുകൾ പിൻവലിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ CAA വിരുദ്ധ റാലിയിൽ പങ്കെടുത്തതൊക്കെ ഗൗരവമായി കാണുന്ന വലിയ കേസായി സർക്കാരിന്റെ കണ്ണിൽ കാണുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മതസംഘടനകളോ ഒക്കെ നടത്തിയ സമരമല്ലേ? ആരോഗ്യകരമായ സമാധാനത്തോടെ നടന്ന സമരങ്ങളായിരുന്നു CAAക്കെതിരെയൊക്കെ നടന്നത്. അക്രമപരമായി എവിടെയും നടന്നിട്ടില്ല. പോലീസുകാരെ ആക്രമിച്ചിട്ടില്ല. പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ തല്ലി തകർത്തിട്ടില്ല. എങ്ങനെ ഈ കേസിൽ ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തി എന്ന് ആർക്കറിയാം? CAA പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പം ആഭ്യന്തരമന്ത്രി കേസെടുക്കുകയും ചെയ്യുന്നു. RSSന് ഒത്തു തുള്ളുന്ന പോലീസാണ് ആഭ്യന്തര വകുപ്പ് എന്ന് ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ പറ്റൂല. ജനങ്ങൾ അങ്ങനെ സംശയിച്ച് പലരും അഭിപ്രായപ്പെടാറുണ്ട്. എന്തായാലും മതേതര ഇന്ത്യയിൽ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത ഒന്നാണ് CAA എന്നുള്ളത്. 4 വോട്ടിന് വേണ്ടി ഇന്ത്യക്കാരെ വിഭജിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഒരു കുതന്ത്രങ്ങളാണ് ഈ CAA എന്നൊക്കെ പറയപ്പെടുന്നത്. BJPയുടെ ഈ തീക്കളി അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുമെന്നും അവര് 50% ആ രാജ്യം മുഴുവൻ മുസ്ലിം രാഷ്ട്രമാകും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും വർഗീയതയുമായ ഓരോ മെസ്സേജുകൾ നിൽക്കുന്ന എത്രയോ RSSകാരുണ്ട്. കുടില മനസ്കതയുള്ള ആളുകൾ. ഈ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയെ കൊള്ള ചെയ്യാമെന്ന ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ല സമരം നടത്തുന്നതിൽ മുന്നിട്ട് നിന്നവരാണ് മുസ്ലിമീങ്ങൾ.
അല്ലാതെ ബ്രിട്ടീഷുകാരന്റെ വെള്ളക്കാരന്റെ ശൂറക്കികളല്ല. നമുക്കറിയാം, സ്നേഹത്തിന്റെ പ്രതിരൂപമായ ഈ താജ്മഹൽ, അസ്തമന സൂര്യന്റെ ചെങ്കിണ്ണയിൽ വെട്ടിത്തിളങ്ങുന്ന ചെങ്കോട്ടയും ലാൽ കിലയും ഫത്തേപൂർ സിക്രിയും കുതുബ് മീനാറുമെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്താൻ വേണ്ടി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണത്. അവരിവിടെ ഒന്നും കട്ടുമുടിച്ചു കൊണ്ടുപോയിട്ടില്ല. 800 കൊല്ലത്തിലധികം ഇന്ത്യ ഭരിച്ചവരാ മുസ്ലിങ്ങൾ. എന്നാൽ അവർക്ക് വേണമെങ്കിൽ ഈ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കാമായിരുന്നല്ലോ. അവരത് ചെയ്തില്ല. വൈവിധ്യങ്ങളുടെ പറുദീസയാണ് ഇന്ത്യ. ആക്രമിക്കാൻ വന്ന അലക്സാണ്ടർ കണ്ടമ്പരുന്ന ദർശനങ്ങളുടെ പറുദീസ, ഇക്ബാലും നാനാക്കും ഏകതയുടെ ഗീതമലപ്പിച്ച പുണ്യഭൂമി. ആ ഭൂമിയിൽ അന്ന് ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ ഇന്ന് ഫാസിസ ഭരണകൂടമാണ് ഇന്ത്യയുടെ ശാപം. ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ഇവരും ജനങ്ങൾക്കിടയിൽ മതത്തിന്റെ മതിൽ കെട്ടുന്നു, സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ഒരാളാണ് വാര്യംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി. 1921 മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന റോബർട്ട് ഹിച്ച്കോക്ക് തന്റെ മലബാർ റിബല്യൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, സന്ധി സംഭാഷണത്തിന് വേണ്ടി സുഹൃത്ത് ഉണ്ണിയാനി മുസ്ലിയാരെ പറഞ്ഞയച്ചു വാര്യംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയുടെ അടുത്തേക്ക്. എന്താ വാഗ്ദാനം? കീഴടങ്ങിയാൽ മക്കയിലേക്ക് അയക്കാമെന്നായിരുന്നു വാഗ്ദാനം. അപ്പം വാര്യംകുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി പറഞ്ഞ വാക്കുണ്ട്. ഹാജിയുടെ മറുപടി ഇങ്ങനായിരുന്നു: ഞാൻ പിറന്നത് മക്കയിലല്ല, ഈ മണ്ണിലാണ്. ഇവിടെ തന്നെ മരിച്ച് ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഇത് തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. ഞങ്ങൾ ജനിച്ച ഞങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ രാജ്യത്ത് ജനിച്ച ഞങ്ങൾ ഈ രാജ്യത്ത് തന്നെ അലിഞ്ഞു ചേരും. അതിനെ തടുക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഈ CAA എന്നുള്ളത് ഈ രാജ്യത്തിന്റെ മക്കളെ രണ്ടായി തരംതിരിക്കാൻ, മതിൽ കെട്ടാൻ, മനുഷ്യര് തമ്മിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് 4 വോട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന് നമുക്കെല്ലാവർക്കും, ഇന്ത്യയിൽ എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് അധികൃതർ മനസ്സിലാക്കുന്നത് നന്ന്.